إن الحمد لله نحمده ونستعينه ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله تعالى في قرآنه المجيد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് പലയിടങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായിട്ടും നാം മനുഷ്യനെ ഏറ്റവും മികവുറ്റ ഘടനയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പടച്ച റബ്ബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഉണ്ടായൊരു കഥയുണ്ട്. ഒരു ഗ്രാമീണന്റെ ഒരു കഥയാണ്. ഒരിക്കലും ഒരു ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അതിഥിയായി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആ അതിഥിയെ റസൂല് ആടിന്റെ പാല് നൽകിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ആടിന്റെ പാല് കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം നബിയോട് പാൽ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അത് തുടർന്ന് 7 ആടിന്റെ പാല് അദ്ദേഹം കുടിച്ചു വറ്റിച്ചു. എന്നിട്ട് അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് അദ്ദേഹം താമസിച്ചത്. ആ സഹവാസം
ആ ഗ്രാമീണന്റെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ നേരം പുലർന്നപ്പോ സൂര്യൻ ഉദിച്ച് സൂര്യോദയത്തോടൊപ്പം ഇദ്ദേഹത്തിന്റെ മനസ്സിലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുറെ മാറ്റങ്ങൾ ഉണ്ടായി. അവസാനം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിനെ പറ്റി അദ്ദേഹം ആ ചെറിയൊരു സഹവാസത്തിലൂടെ അനേകം കാര്യങ്ങൾ നേടിയെടുത്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നബിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ നബി വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ആടിന്റെ പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ആടിന്റെ പാൽ അദ്ദേഹം കുടിച്ചു. ഒരാടിന്റെ പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നബി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സൽക്കരിക്കുന്നുണ്ട്, വീണ്ടും കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല. എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്ത് ചെയ്യണം? അതിനെ മാറ്റി നിർത്തണം. എന്റെ വയറ് ഫില്ലായിരിക്കും, എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തിരുത്തണം. ഇത് ചെറിയൊരു സംഭവമാണെങ്കിലും നമ്മെ ചിന്തിപ്പിക്കേണ്ട വലിയൊരു കാര്യം കൂടിയാണെന്ന് നബി തന്നെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നബി പറയുകയാണ്, ദൈവബോധമുള്ളവൻ ഒരു വയറിൽ കുടിക്കുന്നു, ഇനി ദൈവബോധം ഇല്ലാത്തവൻ 7 വയറിൽ കുടിക്കുന്നു എന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടി ചേർത്ത് വെക്കേണ്ട ചെറിയൊരു സംഭവമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ദൈവബോധം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പുതിയ തുടക്കത്തിന്, അവനിൽ കുറെ മാറ്റങ്ങൾക്ക് എന്നും വഴിവെക്കുന്ന ഒന്നാണ് ദൈവബോധം എന്നുള്ളത്. പടച്ച റബ്ബ് എന്നെ നോക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന കാലത്തോളം കാലം അത് നമ്മിൽ എന്നും പുതുമയുണ്ടാക്കുമെന്നുള്ളതാണ്. ഇനി ദൈവബോധം ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? മൃഗതുല്യനാണെന്നുള്ളതാണ്. അവന് സ്വന്തം ഇച്ഛകൾ, ഭൗതികമായ പല നേട്ടങ്ങളും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവന്റെ ജീവിതം മാറ്റിവെക്കും. ജീവിതത്തിലുടനീളം ഭൗതികമായ കാര്യങ്ങൾ മാത്രം കരസ്ഥമാക്കുക, അത് ജീവിത വിജയമായി കണ്ടുകൊണ്ട് അതിനെ പരിവർത്തിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റിവെക്കുന്നൊരവസ്ഥ, അത് മനുഷ്യനെ മൃഗതുല്യനാക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. എന്താണ് അള്ളാഹു തആല പറയുന്നത്? മനുഷ്യനെ നാം ഏറ്റവും അഹ്സനായ രീതിയിൽ, അഹ്സനായ സൃഷ്ടിപ്പിൽ, ഘടനയിലാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ പ്രയോഗിച്ച ആ പദപ്രയോഗം നോക്കും നിങ്ങൾ. അഹ്സൻ എന്നുള്ളതാണ് ഏറ്റവും മികച്ചത് എന്നുള്ളതാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ ഇടപെടലുകളും, ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മികച്ച രീതിയിലായിരിക്കും പടച്ച റബ്ബ് അത് സംവിധാനിച്ചിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ്, മറ്റു മൃഗങ്ങളുടെ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ ഈ ഭൂമി ലോകത്തുണ്ടാകുന്ന ചലനങ്ങളൊക്കെ, അതൊക്കെ അത്രയും കൃത്യമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂര്യനെ പറ്റി പറയുന്നുണ്ട്. വശംസി വല്ലുഹാഹ എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം പറയുന്നത് വൽ ഖമരി ഇദാ തലാഹ എന്നുള്ളതാണ്. സൂര്യനാണ്, പ്രഭാതമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പടച്ച റബ്ബ് പറയുന്നത് വൽ ഖമരി ഇദാ തലാഹ എന്നുള്ളതാണ്. ഇവിടെ തല എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പിന്തുടരുക എന്നുള്ളതാണ്. ഈ പിന്തുടർച്ച എന്താണ്? ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, സൂര്യൻ സഞ്ചരിക്കുന്നതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രൻ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ആ പിന്തുടർച്ചക്ക് ചെറിയൊരു ഭംഗം പറ്റിയാൽ, ചെറിയൊരു വീഴ്ച പറ്റിയാൽ അത് മൊത്തം ഭൂമി ലോകത്തെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കുമെന്നുള്ളതാണ്. അഥവാ നമ്മുടെ സൂര്യന്റെ ഭ്രമണം കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്?
നമുക്ക് പ്രകാശം ചൊരിയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രകാശം ചൊരിയുന്നുണ്ട്. സൂര്യൻ കൃത്യമായ വെളിച്ചമാണെങ്കിൽ ചന്ദ്രൻ നമുക്കത് നിലാവ് രൂപത്തിലാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഏറ്റവും അഹ്സനായിട്ട് ഏറ്റവും മികച്ച രീതിയിലാണ് എന്തിട്ടുള്ളത് പടച്ച റബ്ബ് ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അള്ളാഹു കുറെ കഥകളെ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. അതെന്താണ്? അഹ്സനുൽ ഖസസാണ്, ഏറ്റവും മികച്ച കഥകളാണ്. ഇനി അള്ളാഹു കുറെ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അത് അഹ്സനുൽ ഖൗലാണ്, അഹ്സനുൽ ഹദീസാണ്, ഏറ്റവും നല്ല ഉപദേശമാണ്, ഏറ്റവും മികച്ച വർത്തമാനങ്ങളാണെന്നുള്ളതാണ്. അപ്പോ ഇതുപോലെ നമ്മുടെ ഭൂമി ലോകത്തുള്ള സകല കർമ്മങ്ങളെയും റബ്ബ് പടച്ച് സംവിധാനിച്ചിട്ടുള്ളത് ഏറ്റവും കൃത്യവും വ്യക്തവുമായ രീതിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആയാലും ഇസ്ലാമിന്റെ എതിരാളികൾ എന്ത് ചെയ്യും? ഇതിനെ എതിർക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അവര് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് മനുഷ്യർ പാപികളായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഏറ്റവും ശുദ്ധമായ പ്രകൃതിയിലാണ്, ശുദ്ധപ്രകൃതിയിലാണ് ഓരോ മനുഷ്യനും പിറന്നു വീഴുന്നതെന്ന് ഖുർആൻ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് മനുഷ്യർ പാപികളായി തീരുന്നത്? അവന്റെ ജീവിതത്തിനിടയിൽ അനേകം കാര്യങ്ങളുമായിട്ട് ഇടപെടും, പല സംവിധാനങ്ങളുമായിട്ട് അവൻ ഇടപെടും, പല കാര്യത്തിലും അവൻ കയറി ചെല്ലും, അവന് അശ്രദ്ധ കൊണ്ട് അവന് വേണ്ടാത്ത പലതിലും അവൻ ഇടപെടും. ഇങ്ങനെ അവന്റെ ശരീരത്തിലേക്ക് പല പാപങ്ങളും കയറിക്കൂടുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് അവൻ പാപികളായി തീരുന്നത്. അല്ലാതെ ഒരിക്കലും പടച്ച റബ്ബ് മനുഷ്യനെ ഇവിടെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുന്നത് ഒരിക്കലും പാപികളായിക്കൊണ്ടല്ല, മറിച്ച് ഏറ്റവും ക്ലീൻ ആൻഡ് നീറ്റ് ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. അത്രയും ആ പിഞ്ച് കുഞ്ഞിന്റെ മനസ്സിന് എന്താണുള്ളത് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അത്രയും ലളിതവും അത്രയും ചെറുതായ ആ ഒരു പിഞ്ച് കുഞ്ഞിന്റെ മനസ്സിൽ എവിടെയാണ് പാപം ഉണ്ടാവുക? നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഏറ്റവും ശുദ്ധമായ പ്രകൃതിയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് പിറന്നു വീഴുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ അറബി ഭാഷയില് ഖുൽഖ് എന്ന് പദത്തിനർത്ഥം പ്രകൃതം എന്നുള്ളതാണ്. ഈ പ്രകൃതം എന്താണ്? മനുഷ്യന്റെ സൃഷ്ടിഘടന, മനുഷ്യന്റെ ഘടന, ശരീരഘടന, അതുപോലെ അവന്റെ അവന്റെ സ്ട്രക്ചർ എന്നുള്ളതാണ് എന്ത്? ഖുൽഖ്, പ്രകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഖൽക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഖുൽഖ് എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവമാണ്. ഖൽക്കും ഖുൽക്കും ഇത് ഒറ്റ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പദപ്രയോഗം നോക്കുമ്പോൾ. പക്ഷെ രണ്ടിനും അർത്ഥം വളരെ വിശാലമാണെന്നുള്ളതാണ്. ഖൽക്ക് അവന്റെ പ്രകൃതമാണെങ്കിൽ ഖുൽഖ് അവന്റെ സ്വഭാവമാണെന്നുള്ളതാണ്. ഖൽക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ശരീരഘടനയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും മാറ്റാനോ മറ്റു എന്തെങ്കിലും ചേഞ്ചിങ്ങിനോ നമുക്ക് വിധേയമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ആധുനിക ലോകത്ത് അതിന് പല സംവിധാനങ്ങളും ഉണ്ട്. നമ്മളെ പ്ലാസ്റ്റിക് സർജറി പോലെ പല സംവിധാനങ്ങളും ഉണ്ട്. അതൊന്നും ഇസ്ലാമികപരമല്ലെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ശരീരഘടനയെ, ശരീരത്തിന്റെ സ്ട്രക്ചറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഖുൽഖ്, നമ്മുടെ സ്വഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നും മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റും. അത് നമ്മൾ സ്വന്തം തന്നെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പല സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഈ ജീവിത സാഹചര്യത്തിൽ തന്നെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ നമുക്കെന്നും അത് പഠന വിധേയമാക്കാനും മാറ്റങ്ങൾക്ക് വിധേയമാക്കാനും സാധിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെയാണ്? നമ്മുടെ അടിത്തറ എന്താണ്? അത് ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ തുടക്കം എന്നുള്ളത് അത് അത്രയും ക്ലീൻ ആണ്, അതിലൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്വഭാവം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ മനുഷ്യരായിട്ട്, പുതിയ ആളുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മുടെ മനുഷ്യർക്കിടയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ, എന്നെ കൊണ്ട് ഇനി ആവില്ല, ഞാൻ ഈ ഒരു രീതിയിൽ ജീവിച്ചു പോകുള്ളൂ, എന്നെ കൊണ്ട് ഇതേ സാധിക്കും എന്ന് പറയുന്നത് അവന്റെ സ്വന്തത്തെ തന്നെ, സ്വന്തം വിശ്വാസത്തെ തന്നെ എന്ത് ചെയ്യണം? അവൻ കുറ്റക്കാരനാക്കുകയാണ്. സ്വന്തം തന്നെ കുറ്റക്കാരനാക്കുകയാണ് അവൻ. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഒന്നും ട്രൈ ചെയ്യാതെ, ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾക്ക് ശ്രമിക്കാതെ എന്നെ കൊണ്ട് ഇതേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ
തീർച്ചയായിട്ടും അവന്റെ സ്വന്തത്തെ തന്നെ ഇല്ലാതാക്കുകയാണെന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ റസൂലിന്റെ കാലഘട്ടം അതെന്താണ്? പല പരിവർത്തനങ്ങൾക്കും പല മാറ്റങ്ങൾക്കും കാരണമായ മാറ്റങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു. പല സ്വഹാബികളും പല മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പല സംവിധാനങ്ങളും പല മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്തെന്ന് വെച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു കലാകാരനായിരുന്നു സാബിത്ത് ബിനു ഖൈസ് എന്നുള്ളത്. അദ്ദേഹം ഭയങ്കര ഘോര ശബ്ദത്തിനുടമയാണ്. ഏറ്റവും നല്ല പ്രാസംഗികനാണ്. ഭയങ്കര ശബ്ദത്തിൽ പ്രസംഗിക്കുന്ന ഏറ്റവും മികച്ച പ്രഭാഷകനൊക്കെ ആയിരുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് ഇറങ്ങുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ സാബിത്ത് ബിൻ ഖൈസിനെ റസൂലിന്റെ സന്നിധിയിൽ കാണാതെയായി. കുറെ ദിവസങ്ങൾക്ക് അദ്ദേഹം വരാതെയായി. അങ്ങനെ റസൂല് സാബിത്ത് ബിൻ ഖൈസിനെ അന്വേഷിക്കുകയാണ്. അദ്ദേഹം എവിടെ പോയി? അദ്ദേഹത്തെ എന്റെ സന്നിധിയിലേക്ക് കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഭടനെ എന്ത് ചെയ്യുന്നുണ്ട്? റസൂൽ അയക്കുന്നുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് എവിടെയാണെന്ന് അന്വേഷിക്കാനും എന്താണ് ഇങ്ങോട്ട് വരാത്തത് എന്ന കാരണം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സാബിത്ത് ബിൻ ഖൈസിന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചെന്ന ആള് സാബിത്ത് ബിൻ ഖൈസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് റസൂലിന്റെ സന്നിധിയിലേക്ക് കാണാത്തത്? നിങ്ങൾ റസൂൽ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാബിത്ത് ബിൻ ഖൈസ് കൊടുത്ത മറുപടി, റസൂൽ ഒരു ആയത്ത് ഇറങ്ങിയിരുന്നല്ലോ, സൂറത്തുൽ ഹുജറാത്തിന് ആയത്ത് ഇറങ്ങിയിരുന്നല്ലോ. എന്റെ പ്രകൃതി നിങ്ങൾക്ക് അറിയാലോ. ഞാന് ഭയങ്കര വലിയ ഘോര ശബ്ദത്തിന് ഉടമയാണ്. എന്റെ ശബ്ദം വലിയ സൗണ്ടാണ്. അഥവാ ആ തിരുസന്നിധിയിൽ വെച്ച് നബി സംസാരിക്കുന്ന ഇടയിലെങ്ങാനും അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടെങ്ങാനും എന്റെ ശബ്ദം ഉയർന്നു പോയാൽ അതെന്റെ ചെയ്ത പ്രവർത്തനങ്ങളും എന്റെ കർമ്മങ്ങളൊക്കെ ഇല്ലാതാക്കൂലേ എന്നെന്ത് ചെയ്യുന്നുണ്ട്? സാബിത്ത് ബിൻ ഖൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ ഭടൻ കൊടുക്കുന്ന മറുപടി, നിങ്ങൾക്ക് തിരുസന്നിധിയിൽ നിന്നും ഇൽമ് നേടണ്ടേ? അവിടുന്ന് തിരുമുഖത്ത് നിന്നും നേർക്ക് നേർ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ? ഇൽമ് കരസ്ഥമാക്കണ്ടേ? ആ ഒരു സഹവാസം നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സാബിത്ത് ബിൻ ഖൈസ് കൊടുക്കുന്ന മറുപടി, എനിക്കതൊക്കെ ആവശ്യമാണ്. ഞാൻ അതിനു വേണ്ടി പരിശീലിക്കുകയാണ്. എന്റെ ശബ്ദം ചെറുതാക്കാൻ, ശബ്ദം ചെറിയ സൗണ്ടാക്കി മാറ്റാൻ, അവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് പ്രാവർത്തികമാക്കാൻ ആ പരിശീലനത്തിലാണ് ഞാൻ ഉള്ളത്. വളരെ പെട്ടെന്ന് ഞാൻ അവിടെ എത്തിച്ചേരുമെന്നാണ് ചെയ്യുന്നത് സാബിത്ത് ബിൻ ഖൈസ് കൊടുക്കുന്ന മറുപടി. പ്രവാചകരെ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരവരുടെ ജീവിതത്തിലെ സ്വന്തം പലതും മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയാണ്. സ്വന്തം ശബ്ദത്തെ പോലും ചെറുതാക്കി മാറ്റാൻ, തിരുസന്നിധിയിൽ എന്റെ കർമ്മത്തെ ഇല്ലാതാക്കുമെന്ന ഭയത്താൽ അതിനെ കൃത്യമായിട്ട് ശരിപ്പെടുത്താനൊക്കെ വേണ്ടി അവർ പരിശീലിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്ത പല കാര്യങ്ങളും. അവരുടെ സ്വന്തത്തെ തന്നെ മാറ്റുകയായിരുന്നു. സ്വന്തം ശീലങ്ങളെ മാറ്റുകയായിരുന്നു. അവർ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ് അവർ ചെയ്തിരുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മൾ ഇതിനൊന്നും കണ്ണുവെക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു അവസ്ഥ എന്നുള്ളത്. എന്നാൽ നമ്മുടെ അടുക്കലാണ് ഇങ്ങനെ വല്ല അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സ്വന്തത്തെ വെച്ച് ന്യായീകരിക്കും. എന്റെ സൗണ്ട് അങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ ശബ്ദം അത് പടച്ചറബ് എനിക്ക് അങ്ങനെ നൽകിയത് കൊണ്ടല്ലേ എന്റെ സൗണ്ട് വലിയ സൗണ്ടായി മാറിയത് എന്ന് വെച്ച് നമ്മൾ സ്വന്തം ന്യായീകരിക്കും. നമ്മൾ എന്ത് ചെയ്യില്ല, മാറ്റത്തിന് നമ്മൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ മുമ്പിലെ വലിയ പാഠങ്ങളാണ്. നമുക്ക് ഇങ്ങനെ പല പാഠങ്ങളും പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ വലിയ വലിയ പുതിയ തുടക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതുപോലെ നമ്മുടെ മുൻഗാമികളായ പല സ്വഹാബിമാരുടെയും അതുപോലെ സ്വഹാബാക്കളുടെയും ഒക്കെ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. റളിയല്ലാഹുവിന്റെ പരിവർത്തനം നമുക്കറിയാം. ഇതുപോലെ പല സ്വഹാബികളുടെ പരിവർത്തനം നമ്മുടെ മുമ്പിലുണ്ട്. ഇവരൊക്കെ സ്വയം മാറാൻ അവർ തയ്യാറാവുകയാണ് ചെയ്തത്. സ്വന്തം കൂടുതൽ അറിവ് നേടാൻ, ഇസ്ലാമിനെ കൂടുതൽ സ്വന്തം ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചിരുന്നത്. അതെങ്ങനെയാണ്? സ്വന്തത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്ന് ആ മാറ്റങ്ങൾ സ്വന്തത്തിൽ നിന്ന് തുടക്കം കുറിച്ചാണ് മറ്റുള്ളവർക്ക് അവർ പകർന്നു കൊടുക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ മാറ്റാനല്ല അവർ ശ്രമിക്കുന്നത്. സ്വന്തം മാറ്റത്തിന് വിധേയമായി ശേഷം അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ട് എന്ന് ജീവിതം കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത, സാക്ഷ്യപ്പെടുത്തി കൊടുത്ത ആളുകളാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. തീർച്ചയായിട്ടും സ്വയം മാറാൻ സന്നദ്ധമാണെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ ലോകത്തും നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാണെന്നുള്ളതാണ്.
പൊതുവെ മുസ്ലിങ്ങളെ പറ്റി പറയുമ്പോ അധികം പറയാറെന്താണ്, അവര് ചരിത്രത്തെ പറ്റി സംസാരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ പല സംഭവങ്ങളും വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതൊക്കെ പൊതുവെ നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നും കേൾക്കുന്ന ഒരു സ്വരമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ചരിത്രം തന്നെ നമ്മുടെ ഈ ലോകത്തും ഈ കാലഘട്ടത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുനർസൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ്? നമ്മുടെ സ്വന്തത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായി ആ മാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറാവാൻ, അതിന് വേണ്ടി നമ്മൾ സന്നദ്ധമായാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ചരിത്രത്തെ കൃത്യമായിട്ട് നമുക്ക് ഇന്നിന്റെ ലോകത്ത് പരിചയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അത് നമ്മുടെ സ്വന്തത്തിൽ നിന്നാവണം നമ്മുടെ ആ മാറ്റങ്ങൾ തുടങ്ങേണ്ടതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂൽ പറയുന്നുണ്ട്, ഇന്നക്കും ലാ തസ്ഊന നാസ ബി അംവാലിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നിങ്ങളുടെ സമ്പാദ്യം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണമെന്നില്ല. എല്ലാ ആളുകൾക്കും നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയണമെന്നില്ല. ഒരു ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, വലിയൊരു പണക്കാരന്റെ മുമ്പിൽ പോയിട്ട് ഒരാൾ കൊണ്ട് ഈ പൈസ കൊടുക്കാൻ, കുറച്ച് പൈസ കൊടുക്കാൻ, നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കാൻ. അപ്പൊ ചിലപ്പോ ആ പണക്കാരൻ ചോദിക്കും, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ, എനിക്ക് ഇത്രയും വലിയ കൊട്ടാരവും ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ എന്താ എനിക്ക് പൈസ കൊടുത്ത്, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കാം. അപ്പോ റസൂൽ പറയുന്നത് വലാകിൻ തസ്ഔഹും ബസ്തുൽ വജ്ഹ് വ ഹുസ്നുൽ ഹുൽഖ് എന്നുള്ളതാണ്. അതായത് ഏതൊരാളുടെ മുമ്പിലും നമുക്ക് പരിചയപ്പെടുത്താൻ, അവരെ സഹായിക്കാനുള്ള, അവരെ ചേർത്ത് നിർത്താനുള്ള ആരും ആഗ്രഹിക്കുന്ന 2 കാര്യം എന്നുള്ളത്, ഒന്ന് ബസ്തുൽ വജ്ഹും വൽ ഹുസ്നുൽ ഹുൽഖും എന്നുള്ളതാണ്. എന്താണ്? ഒന്ന് നമ്മുടെ പ്രസന്നമായ സന്തോഷമുള്ള മുഖമാണ് ഒന്ന്, മറ്റൊന്ന് ഹുസ്നുൽ ഹുൽഖാണ്, ഏറ്റവും സൽസ്വഭാവം നിറഞ്ഞ ജീവിതമാണെന്നുള്ളതാണ്. ഇത് രണ്ടും കൊണ്ടും നമുക്ക് പല പരിവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്ത്, നമ്മുടെ ചുറ്റുപാടിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഒരു മാറ്റത്തിന്റെ തുടക്കം, ഒരു മാറ്റത്തിന്റെ നിലപാട് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ്? അതൊരു നോട്ടത്തിലൂടെയാകാം, അല്ലെങ്കിൽ ഒരു വാക്കിലൂടെയാകാം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നോട്ടമായാലും വാക്കായാലും അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചുറ്റുപാടിൽ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്, ഏറ്റവും ഹുസ്നായിക്കൊണ്ട്, അഹ്സനായിക്കൊണ്ടാണ് എന്ത് ചെയ്തത്, ഓരോരുത്തരും സംവിധാനിച്ചിട്ടുള്ളത്. ആ അഹ്സനായിട്ടുള്ള ജീവിതത്തിൽ ആ ശരീരഘടന എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പടച്ച റബ്ബ് അനേക നന്മകള് കോരിച്ചൊരിഞ്ഞിട്ടുണ്ട്. ആ നന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ നന്മകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, അതിനെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അത് ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹായം കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ടും മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നമ്മള് മലമുകളിൽ നിന്നും ഉരുണ്ടു വീഴുന്ന പാറക്കല്ലുകളെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് വലിയ പാറക്കല്ലുകൾ, വലിയ ഉരുൾപൊട്ടലിലൊക്കെ താഴേക്ക് പതിക്കുന്ന പാറക്കല്ലുകൾ, അത് പല മുക്കും മൂലകളിൽ തട്ടി 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 താഴെ എത്തുമ്പോൾ അതെന്തായിരിക്കും, ഭയങ്കര രസകരമായിട്ടുള്ള വെള്ളാരം കല്ലായി മാറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഷോക്കേസുകളിലൊക്കെ നമുക്ക് കാണാൻ ഒരു ഷോ ആയിക്കൊണ്ട് നമ്മൾ ചിലപ്പോൾ വെക്കാറുണ്ടായിരിക്കും വെള്ളാരം കല്ലുകൾ. അല്ലെങ്കിൽ നമ്മുടെ അക്വോറിയത്തിലൊക്കെ ഇടുന്ന വെള്ളാരം കല്ലുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ വലിയ പാറമുകളിൽ നിന്നും വീണ് അത് അവിടെ ഇവിടെയൊക്കെ തട്ടി തട്ടി അതിന്റെ എല്ലാ ഷേപ്പും മിനുസപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് നമ്മുടെ മുമ്പിൽ എത്തുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള പല മ്ലേച്ഛമായ കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെ ശുദ്ധീകരിക്കാൻ ഇതെങ്ങനെയാണ്? ഇത് നമ്മളെ സ്വന്തത്തിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അങ്ങനെ നല്ല വെള്ളാരങ്കല്ലുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ സ്വന്തത്തിൽ നിന്ന് തുടങ്ങി ആ എല്ലാ മ്ലേച്ഛതകളും മാറ്റിവെച്ച്, എല്ലാ തിന്മകളും മാറ്റിവെച്ച് നന്മ കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ അതിനെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാ നന്മകളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന അഹ്സനായിട്ടുള്ള ആളുകളായിട്ട് മാറാൻ നമ്മൾ എങ്ങനെയാണ് പടച്ച റബ്ബ് സംവിധാനിച്ചത്, എന്തുദ്ദേശത്തിലാണോ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, ആ ഉദ്ദേശങ്ങളൊക്കെ ഇസ്ലാമിനെ കൂടുതൽ പരിചയപ്പെടുത്താൻ, മറ്റുള്ളവരിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള എല്ലാ തൗഫീഖും പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമ്മുടെ വീഴ്ചകളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد عباد الله أوصيكم ثانيا بتقوى الله റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين وأدخلنا الفردوس يا رب العالمين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في غزة اللهم انصر المسلمين في غزة اللهم انصر المسلمين في الهند اللهم انصر المسلمين في الهند ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقم الصلاة